താഴ്വര ഭാഗം 28. താരിനുമായുള്ള ഏറ്റുമുട്ടലിൽ ഹൃദയം ഇപ്പോഴും ഇടിച്ചുകൊണ്ട് രേഖ ഇടനാഴിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവന്റെ വാക്കുകൾ മൂർച്ചയുള്ളതും അനാവശ്യമായതും മറക്കാൻ കഴിയാത്തതുമായ മുള്ളുകൾ പോലെ അവളെ വേദനിപ്പിച്ചു. ഓരോ ചുവടിലും അവളുടെ നെഞ്ചു മുറുകുന്നതായി അവൾക്ക് തോന്നി. ഇടനാഴിയിൽ മിന്നിയ വിളക്ക് അവളുടെ അസ്വസ്ഥതയെ കൂടുതൽ ആഴത്തിലാക്കി. അവൾ ഔഷധം തയ്യാറാക്കുന്ന സ്ഥലത്തേക്ക് തിരികെ പോകേണ്ടതായിരുന്നു. അവിടെ പാതി ചതച്ച ഔഷധങ്ങൾ കല്ലുപാളികളിൽ ചിതറിക്കിടന്നു. അവിടെ യുവശിഷ്യൻ അവളുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരുന്നു. പക്ഷെ അവൾ പോയില്ല. അവൾ അവനെ പൂർണ്ണമായും മറന്നു. ഉരലിന്റെ ശബ്ദം മറന്നു. ഔഷധത്തിന്റെ അടിയന്തിരത മറന്നു. മുഴുവൻ സ്ഥലവും പെട്ടെന്ന് ശ്വാസം മുട്ടിക്കുന്നതായി തോന്നി. പുകയുടെയും നീരാവിയുടെയും ഭാരം നിറഞ്ഞ വായു, ശിഷ്യന്മാർ സംസാരിക്കുന്ന ശബ്ദം, ചുവരുകളിൽ പ്രതിധ്വനിക്കുന്ന കാൽപ്പെരുമാറ്റം, അതെല്ലാം അവളെ അസ്വസ്ഥയാക്കി. അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഒന്നും ചിന്തിക്കാതെ അവൾ മുറ്റത്തേക്ക് തിരിഞ്ഞു. അവൾ എണ്ണമറ്റ തവണ പരിപാലിച്ച ഔഷധസസ്യങ്ങളുടെ നിരകൾ അവളുടെ മുന്നിൽ പരന്നുകിടന്നു. സാധാരണയായി ആ കാഴ്ച അവൾക്ക് ആശ്വാസം നൽകേണ്ടതാണ്. എന്നാൽ ഇന്ന് രാത്രി അവൾക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അകലെയുള്ള കാലപ്പഴക്കം കൊണ്ട് വിള്ളലുകൾ നിറഞ്ഞ പഴയ ആശ്രമ മതിലിലേക്ക് പാഞ്ഞു. മതിലിനും വള്ളിപ്പടർപ്പുകൾക്കുമിടയിൽ ഒരിടുങ്ങിയ വിടവ്. വർഷങ്ങൾക്ക് മുമ്പ് അവൾ അത് കണ്ടെത്തുകയും ആവശ്യമുള്ളപ്പോഴെല്ലാം അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവളുടെ പാദങ്ങൾ സ്വയം അവിടേക്ക് നീങ്ങി. അവൾ വിടവിലൂടെ വഴുതിമാറി. പരിക്കൻ കല്ല് അവളുടെ കൈകളിൽ ഉരസി. ഇലകൾ അവളുടെ വസ്ത്രത്തിൽ തട്ടി. പെട്ടെന്ന് അവൾ പുറത്തായി. ജൈൻവറിന്റെ ലോകത്തിനു പുറത്ത്, ഔഷധങ്ങളുടെയും വൈദ്യശാസ്ത്രത്തിന്റെയും അച്ചടക്കത്തിനു പുറത്ത്, അവളെ ബന്ധിപ്പിച്ച രീതികൾക്ക് പുറത്ത്. അവൾ പ്രവേശിച്ച തെരുവ് ശാന്തമായിരുന്നു. കേതിരയുടെ ഈ ഭാഗം വ്യാപാരികൾ ശബ്ദമുണ്ടാക്കുകയും വണ്ടികൾ കല്ലുപാകിയ വഴികളിലൂടെ ഉരുളുകയും ചെയ്യുന്ന നഗരത്തിന്റെ തിരക്കുള്ള ഭാഗമായിരുന്നില്ല. ഇവിടെ കല്ലുകൾക്ക് കഥകളുണ്ടായിരുന്നു, ശബ്ദങ്ങളായിരുന്നില്ല. അവൾ സാവധാനം നടന്നു. പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ പൊടിയിൽ അവളുടെ കാലുകൾ ഉരസി. അവൾ മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ മനസ്സ് നഗരത്തിന്റെ ഈ ഭാഗത്തെക്കുറിച്ച് അവൾ കേട്ട ഓർമ്മകളിലേക്ക് വഴുതി. ഒരിക്കൽ അവളുടെ കാലത്തിന് വളരെ മുമ്പ് ഈ പട്ടണം കേതിരി എന്ന ഒരു വലിയ രാജ്യത്തിന്റെ ഹൃദയമായിരുന്നു. ഈ തെരുവ് പഴയ രാജാക്കന്മാരുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന സ്ഥലമായിരുന്നു. ഒരിക്കൽ രാജ്യത്തിന്റെ രേഖകൾ സൂക്ഷിച്ചിരുന്ന നീണ്ട ചതുരാകൃതിയിലുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവൾ കടന്നുപോയി. അവയുടെ ചുമരുകൾ പാതി തകർന്നതായിരുന്നു. എന്നാൽ അവയിൽ വരച്ച ചിഹ്നങ്ങളുടെ നേർത്ത അടയാളങ്ങൾ ഇപ്പോഴും കാണാമായിരുന്നു. മാഞ്ഞുപോയ ലിഖിതങ്ങൾ, ഔദ്യോഗിക മുദ്രകളുടെ അവശിഷ്ടങ്ങൾ. കൂടുതൽ മുന്നോട്ടു പോയപ്പോൾ ചടങ്ങുകൾക്കുള്ള ഒരു പൊതുമന്ദിരത്തിന്റെ അവശിഷ്ടങ്ങൾ നിന്നു. അതിന്റെ തൂണുകൾ തകർന്നതും ചരിഞ്ഞതുമായിരുന്നു. പൊട്ടിയ തറക്കല്ലുകൾക്കിടയിൽ കളകൾ തള്ളി പുറത്തു വന്നിരുന്നു. ഈ മറന്നുപോയ ഭാഗത്തിന്റെ വിശാലമായ നിശബ്ദതയിൽ അവൾ സ്വയം ചുരുങ്ങുന്നതായി അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നു. അവളിവിടെ വരുന്നത് ഇതാദ്യമായിട്ടായിരുന്നില്ല. മുൻപ് അവളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങളോ നിരാശകളോ വളരെ ഭാരമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ മറ്റുള്ള ശിഷ്യന്മാർ പട്ടണത്തിന്റെ തിരക്കുകളിൽ ചുറ്റിത്തിരിയുമ്പോൾ, അവൾ ജൈൻവറിന്റെ മതിലുകളിൽ നിന്ന് വഴുതിമാറി ഇതേ പാതയിലൂടെ നടന്നിരുന്നു. ഒരു വളഞ്ഞ ഇടവഴിയുടെ അറ്റത്ത് വീണുകിടക്കുന്ന കല്ലുകൾക്കും വള്ളിപ്പടർപ്പുകൾക്കും പിന്നിൽ പാതി മറഞ്ഞിരുന്ന ഒരു കെട്ടിടം അവളെ കാത്തിരുന്നു. അവൾ അവളുടേതാണെന്ന് സ്വയം അവകാശപ്പെട്ട ഒരു പഴയ കെട്ടിടം, പഴയ പണ്ഡിതന്മാരുടെ ചർച്ചാമുറി. അതൊരിക്കൽ രാജകീയ കോടതിക്ക് തൊട്ടുപിന്നിൽ നിന്നിരുന്നു. ഇവിടെ രാജാക്കന്മാർ ഒരിക്കൽ ചിന്തകരെയും വൈദ്യന്മാരെയും കവികളെയും തത്വചിന്തകരെയും ഒത്തുകൂടാൻ ക്ഷണിച്ചിരുന്നു. ഇവിടെ അവർ സത്യത്തെക്കുറിച്ച് വാദിച്ചു, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി, ഒരു രാജ്യത്തെ നയിക്കുന്ന അറിവിനെ തൂക്കി നോക്കി. കെട്ടിടം കടന്നു പോകുന്ന ഏതൊരാൾക്കും തകർന്നതായി തോന്നി. മേൽക്കൂര പൊട്ടി തുറന്നതായിരുന്നു. ചുമരുകൾ കാലപ്പഴക്കത്താൽ കറുത്തതായിരുന്നു. മരത്തടികൾ വളരെ മുമ്പ് തന്നെ തകർന്നു വീണിരുന്നു. പ്രവേശന കവാടം വളഞ്ഞതായിരുന്നു. നൂറ്റാണ്ടുകളോളം കാറ്റിലുരസി മിനുസമായ കൊത്തുപണികൾ കല്ലുകളിലുണ്ടായിരുന്നു. പക്ഷേ രേഖയ്ക്കതിപ്പോഴും സജീവമായിരുന്നു. വാതിൽക്കൽ തൂങ്ങിക്കിടന്ന വള്ളിച്ചെടികൾ മാറ്റി അവൾ തകർന്ന വാതിലിലൂടെ അതിന്റെ പൊള്ളയായ വയറ്റിലേക്ക് കടന്നു. അവിടെ ജ്ഞാനത്തിന്റെ പ്രേതങ്ങൾ തങ്ങി നിന്നു. തകർന്ന ചുമരുകളിലൂടെ രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നേർത്ത മധുരമരിച്ചിറങ്ങി. മേൽക്കൂരയിലെ വിള്ളലിലൂടെ ചന്ദ്രപ്രകാശം ഒഴുകി വെള്ള നിറത്തിലുള്ള ഒരേപോലെ അല്ലാത്ത അടയാളങ്ങളായി തറയിൽ പതിച്ചു. അവളുടെ കണ്ണുകൾ മുറിയിൽ പരതി. മുറി വിശാലമായിരുന്നു. അതിന്റെ മധ്യത്തിൽ
ഒരു വലിയ കൽമേശയുണ്ടായിരുന്നു. പൊടി അതിന്റെ ഉപരിതലത്തിൽ കട്ടിയായി കിടന്നു. എന്നിട്ടും താമരയുടെയും ചുരുളുകളുടെയും കൊത്തിയെടുത്ത രൂപങ്ങൾ തെളിഞ്ഞു നിന്നു. ചുമരുകളിലൂടെ ഓടുന്ന നീണ്ട കല്ലുകൊണ്ടുള്ള പീഠങ്ങൾ, ഒരിക്കൽ ചുരുളുകൾ സൂക്ഷിച്ചിരുന്ന ചുമരുകളിൽ ഇടങ്ങൾ ഒഴിഞ്ഞു കിടന്നു. പൊടിയും മാറാലയും മാത്രം അവിടെ അവശേഷിച്ചു. തൂണുകളിലൂടെയുള്ള നേർത്ത കൊത്തുപണികൾ, ഇലകൾ പിടിച്ച പുരുഷന്മാരുടെ രൂപങ്ങൾ, പനയോലകളിൽ എഴുതുന്ന സ്ത്രീകൾ, രോഗികൾക്ക് ഔഷധങ്ങൾ നൽകുന്ന വൈദ്യന്മാർ. ഈ സ്ഥലം വെറും ഒരു അവശിഷ്ടമായിരുന്നില്ല, അത് കല്ലിൽ കൊത്തിയെടുത്ത ഒരു ഓർമ്മയായിരുന്നു. തുറന്ന മേൽക്കൂരയിലൂടെ വന്ന മങ്ങിയ ചന്ദ്രപ്രകാശത്തിൽ അവയ്ക്ക് നടുവിൽ രേഖ നിന്നു. ഇവിടെ വരുമ്പോഴെല്ലാം കല്ലുകൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവൾ സംസാരിക്കുന്നതിനായി കാത്തിരിക്കുന്നുണ്ടെന്നും അവൾക്ക് തോന്നി. ഒരുപക്ഷെ ഒരിക്കൽ ഇവിടെ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ അവരുടെ ശബ്ദത്തിന്റെ ഒരു പ്രതിധ്വനി അവശേഷിപ്പിച്ചിരിക്കാം. ആ പ്രതിധ്വനി നിശബ്ദതയിൽ തങ്ങി നിൽക്കുന്നു, അവൾക്ക് ആശ്വാസം നൽകുന്നു. ജെയിൻവറിന്റെ ഭക്ഷണശാല മരത്തടികളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന എണ്ണവിളക്കുകളുടെ നിരകളാൽ തിളങ്ങി. വായുവിന് ആവി കയറിയ ധാന്യത്തിന്റെയും വേവിച്ച വേരുകളുടെയും ഗന്ധമുണ്ടായിരുന്നു. അവ എപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്ന ഔഷധ സസ്യങ്ങളുടെ നേർത്ത മണവുമായി കലർന്നിരുന്നു. സാധാരണയായി ഈ സായാഹ്ന സമയം ഒരു സ്ഥിരമായ താളം വഹിച്ചിരുന്നു. മൺപാത്രങ്ങളിലേക്ക് തവികൾ ഉരസുന്ന ശബ്ദം, യുവശിഷ്യന്മാരുടെ സംസാരം, ഇവിടെയും അവിടെയും പൊങ്ങുന്ന ചിരി. പക്ഷെ ഇന്ന് രാത്രി അന്തരീക്ഷം വ്യത്യസ്തമായിരുന്നു. നിശബ്ദത മൂടൽമഞ്ഞ് പോലെ പറ്റി നിന്നു. ശിഷ്യന്മാർ ഏതാണ്ട് നിശബ്ദമായി ഭക്ഷണത്തിന് മുന്നിലിരുന്നു. ആശങ്കയുടെയും സംശയത്തിന്റെയും ഒരു നിഴൽ അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ജെയിൻവർ അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ ഇരിപ്പ് നേരെയായിരുന്നു. എപ്പോഴും എന്ന പോലെ അദ്ദേഹത്തിന് ചുറ്റും ശാന്തമായ ഭാരമുണ്ടായിരുന്നു. മുതിർന്ന ശിഷ്യന്മാർ മുൻവശത്തുള്ള ഉയർത്തിയ തട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. ജെയിൻവറിന്റെ അരികിലായി വീണ്ടും താരിനിരിക്കുന്നു. രണ്ടാമത്തെ രാത്രിയിലും ഗുരു അവനെക്കുറിച്ചൊരു വിശദീകരണവും നൽകുന്നില്ല. മൺപാത്രങ്ങൾ പായകളിൽ നീങ്ങി. മുറിയുടെ അരികുകളിൽ അടക്കം പറച്ചിലുകൾ ഉയർന്നു. ചില ശിഷ്യന്മാർ ചുരുങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. താരിൻ ശിഷ്യന്മാരുടെ നിരകളിലേക്ക് നോക്കി. അവൻ അവർക്കിടയിൽ നേരത്തെ കണ്ട പെൺകുട്ടിയുടെ മുഖം തിരഞ്ഞു. പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു. ഭക്ഷണം പാതിയായപ്പോൾ ജെയിൻവർ അദ്ദേഹത്തിന്റെ കൈ ചെറുതായി ഉയർത്തി. മുറി തൽക്ഷണം നിശബ്ദമായി. സ്ഥിരതയുള്ള ശബ്ദത്തിൽ, ആഴത്തിലുള്ള വാക്കുകളിൽ ശാന്തമായി അധികാരം മുഴക്കിക്കൊണ്ട് ജെയിൻവർ സംസാരിച്ചു തുടങ്ങി. 2 ദിവസമായി എന്റെ അരികിലിരിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. എല്ലാ നോട്ടവും താരിനിലേക്ക് മാറി. അവൻ അവരുടെ നേർക്ക് തിരിഞ്ഞപ്പോൾ ചിലർ വേഗത്തിൽ കണ്ണുകൾ താഴ്ത്തി. ഇന്നവൻ ചികിത്സാമുറിയിൽ എന്റെ കൂടെയിരുന്നു, ജെയിൻവർ തുടർന്നു. അവൻ നിങ്ങളുടെ ഇടയിൽ നടന്നു. എന്നിട്ടും നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ഞാൻ അവനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. ഒരുതരം അസ്വസ്ഥതയുടെ ഓളമുയർന്നു. ഏതാനും ശിഷ്യന്മാർ ഹ്രസ്വമായ നോട്ടങ്ങൾ കൈമാറി. അത് സത്യമായിരുന്നു. ആരും അവരുടെ ചോദ്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ജെയിൻവറിന്റെ കണ്ണുകൾ അവരുടെ മേൽ പരതി. പക്ഷെ നിശബ്ദത സംശയത്തെ മായ്ച്ചു കളയുന്നില്ല. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു, എന്തുകൊണ്ടാണ് അവൻ എൻ്റെ കൂടെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവനെ വ്യത്യസ്തമായി പരിഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ നിങ്ങളെപ്പോലെ ജോലി ചെയ്യാത്തത്, നിങ്ങളെപ്പോലെ ഉറങ്ങാത്തത്, നിങ്ങളെപ്പോലെ പഠിക്കാത്തത്? വാക്കുകൾ കല്ലുകൾ പോലെ പതിച്ചു. ശിഷ്യന്മാരുടെ കണ്ണുകൾ തനിക്കെതിരെ കത്തുന്നത് താരിന് അനുഭവപ്പെട്ടു. അവൻ ചെറുതായി ഇളകി. അസ്വസ്ഥത അവന്റെ നെഞ്ചിനെ മുറുക്കി. എന്നിട്ടും അവന്റെ കണ്ണുകൾ അവർക്കിടയിൽ വീണ്ടും തിരഞ്ഞു. അപ്പോൾ ജെയിൻവർ മുന്നോട്ടു ചാഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദം കൂടുതൽ ശക്തമായി. ശ്രദ്ധയോടെ കേൾക്കുക. ഈ മനുഷ്യൻ നിങ്ങളിൽ ആർക്കും പകരക്കാരനാകാൻ ഇവിടെ വന്നതല്ല. വർഷങ്ങളുടെ സേവനത്തിലൂടെ നിങ്ങൾ നേടിയെടുത്തത് പിടിച്ചെടുക്കാൻ അവൻ ഇവിടെ വന്നതല്ല. അവനിവിടെ വന്നത് അപൂർവമായ എന്തോ ഒന്ന് അവൻ വഹിക്കുന്നത് കൊണ്ടാണ്. അവന്റെ സ്വന്തം കാഴ്ചയിൽ, അവന്റെ സ്വന്തം സ്പർശനത്തിൽ, അവന്റെ സ്വന്തം പരീക്ഷണത്തിൽ നിന്ന് നേടിയെടുത്ത അറിവ്. അവനൊരു സ്വയം പഠിതാവാണ്. ഒരു ഗുരുവിന്റെ വഴികളാൽ ബന്ധിതനല്ല, മറിച്ച് അവന്റെ ഉള്ളിൽ സ്വയം കത്തിയ അഗ്നിയാൽ നയിക്കപ്പെട്ടവനാണ്. മുറി പൂർണ്ണമായും നിശ്ചലമായി. അവൻ സത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ജെയിൻവർ തുടർന്നു. ഞാൻ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നോ എൻ്റെ വർഷങ്ങളുടെ പരിശീലനത്തിലൂടെയോ കണ്ടെത്തിയിട്ടില്ലാത്തത്. അവന്റെ ജീവിതത്തിന്റെ ഈ ഹ്രസ്വമായ കാലയളവിൽ അവൻ ബഹുമാനമർഹിക്കുന്ന ഉൾക്കാഴ്ചകൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ എൻ്റെ അരികിലിരിക്കുന്നത്. അവൻ വർഷങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തുല്യനായതുകൊണ്ടല്ല, മറിച്ച് അവന്റെ അറിവിൽ എനിക്കും അവന്റെ ശിഷ്യനായി ഇരിക്കേണ്ടി വരും. ഞെട്ടിയ ഒരു പിറുപിറുക്കൽ ശിഷ്യന്മാർക്കിടയിൽ ഉയർന്നു. ഒരാൾ വളരെ ഉച്ചത്തിൽ മന്ത്രിച്ചു, ഗുരു, ഇയാളുടെ മുന്നിൽ ഒരു ശിഷ്യനായോ? എന്നിട്ട് ജെയിൻവറിന്റെ സ്ഥിരമായ നോട്ടത്തിൽ പെട്ടെന്ന് നിശബ്ദനായി.
ജെയിൻവറിന്റെ കണ്ണുകൾ മൃദുവായി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഞാൻ ഇപ്പോഴും പഠിക്കുന്നു. അറിയാത്തത് കാണുമ്പോൾ, സത്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ആദരിക്കണം. അത് നിങ്ങളെക്കാൾ ചെറുപ്പമായ ഒരാളാണ് വഹിക്കുന്നതെങ്കിലും. ഇവന്റെ പേര് താരിൻ. ഇവനോടൊപ്പം നമ്മൾ പുതിയ മരുന്നുകൾ പരീക്ഷിക്കും. പഴയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ തേടും. നിങ്ങൾ കാലക്രമേണ മനസ്സിലാക്കും. അതുവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ അസൂയയിൽ നിന്ന് കാക്കുക, അവയെ പഠനത്തിനായി തുറക്കുക. ജെയിൻവർ നിർത്തി. മുന്നിലുള്ള ശിഷ്യന്മാരെ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു, ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ചോദിക്കുക. പക്ഷെ ആരും സംസാരിച്ചില്ല. അവർ അവരുടെ തലകൾ താഴ്ത്തി. ചിലർക്ക് ആശ്വാസം തോന്നി, മറ്റുള്ളവർക്ക് ആശയക്കുഴപ്പം. ജെയിൻവർ അവർക്ക് ഭക്ഷണം തുടരാൻ ആംഗ്യം കാണിക്കുന്നതുവരെ നിശബ്ദത നീണ്ടു. പതിയെ പാത്രങ്ങൾ വീണ്ടും ഉയർന്നു. എന്നിട്ടും ആ വലിയ മുറി അതിന്റെ സാധാരണ ശബ്ദത്തിലേക്ക് മടങ്ങിയില്ല. അവർ കേട്ട കാര്യങ്ങളിൽ ശിഷ്യന്മാർ വളരെ ഞെട്ടിയിരുന്നു. താരിൻ ബഹുമാനത്തോടെ തലകുനിച്ചു. എങ്കിലും ഉള്ളിൽ അവൻ അശാന്തനായിരുന്നു. അങ്ങനെയുള്ള പ്രശംസയോ ശിഷ്യന്മാരുടെ നോട്ടങ്ങളോ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവന്റെ ചിന്തകൾ മറ്റെവിടെയോ ആയിരുന്നു. ഇപ്പോഴും അവർക്കിടയിൽ അവൻ ആ പെൺകുട്ടിയെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഭക്ഷണം അവസാനിച്ചപ്പോൾ ശിഷ്യന്മാർ പുറത്തേക്ക് നീങ്ങി. സ്വയം പഠിതാവിനെക്കുറിച്ചും വരാനിരിക്കുന്ന മരുന്നുകളെക്കുറിച്ചും നേരിയ ശബ്ദത്തിൽ അടക്കം പറഞ്ഞു. ചിലർ താരിനെ ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കി. താരിൻ ഒരു നിമിഷം കൂടി അവിടെ തങ്ങി. എന്നിട്ട് വിളക്കുകൾ പ്രകാശമുള്ള ഇടനാഴിയിലൂടെ ഒറ്റയ്ക്ക് അവന്റെ മുറിയിലേക്ക് നടന്നു. ഇപ്പോൾ അവൻ തന്റെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുന്നവരെ ഭയപ്പെട്ടില്ല. മുറി ശാന്തമായിരുന്നു. അവന്റെ സാധനങ്ങൾ ശല്യപ്പെടുത്താതെ കിടന്നു. അവൻ അവന്റെ കിടക്കയിൽ കിടന്നു. മുകളിലുള്ള മേൽക്കൂരയിലെ തടുകളിലേക്ക് നോക്കി. പക്ഷെ വിശ്രമം വന്നില്ല. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ചിന്ത മാത്രം അവന്റെ നെഞ്ചിൽ നിറഞ്ഞു. അവൾ അവിടെ ഇല്ലായിരുന്നു. ജെയിൻവർ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല. ഇപ്പോഴും അവൾ ഒന്നുമല്ലെന്ന് വിശ്വസിക്കുന്നു. കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങുന്ന അവളുടെ മുഖം അവനെ വേട്ടയാടി. അവൻ ഇരുട്ടിലേക്ക് മന്ത്രിച്ചു. ഏതാണ്ട് സ്വയം എന്ന മട്ടിൽ, നിനക്ക് തെറ്റി. നിന്റെ സ്ഥാനം ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അവന്റെ വാക്കുകൾ ഉത്തരം കിട്ടാതെ രാത്രിയിലേക്ക് മാഞ്ഞുപോയി. ജെയിൻവറിന്റെ വാക്കുകളുടെയും അവളുടെ അഭാവത്തിന്റെയും ഭാരം കാരണം ഉറക്കം വരാതെ കിടന്നു. രേഖ പൊട്ടിയ കൽപ്പീഠങ്ങളിലൊന്നിലിരുന്നു. അവളുടെ മുഖം കൈപ്പത്തുകളിൽ അടക്കി. ഒരുപാട് നേരം അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രിയിലെ നേരത്തെയുള്ള ചിത്രങ്ങൾ തിരികെ വന്നു. മുറിയിൽ അവളെ കണ്ടെത്തിയപ്പോഴുള്ള താരിന്റെ കണ്ണുകളിലെ ഭാവം. അവൻ അവളെ ചോദ്യം ചെയ്യുമ്പോഴും അവന്റെ ശബ്ദം ശാന്തമായിരുന്നത്. അവളുടെ ഭയങ്ങൾ അവൾ ഏറ്റുപറഞ്ഞപ്പോൾ അവളുടെ സ്വന്തം ശബ്ദം തകർന്നു പോയത്. അവൾ അവളുടെ കൈകൾ മുഷ്ടികളായി മുറുക്കി. എന്തുകൊണ്ടാണ് അവൾ അവളുടെ ബലഹീനത കാണാൻ അവനെ അനുവദിച്ചത്? അവൾ വർഷങ്ങളായി അവളുടെ ഭയങ്ങൾ ജെയിൻവറിൽ നിന്നും മറ്റു ശിഷ്യന്മാരിൽ നിന്നും ഒളിപ്പിച്ചിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ഒരു അപരിചിതന്റെ മുന്നിൽ അവൾ അവയെ പുറത്തേക്ക് വിട്ടു. അവളുടെ നെഞ്ച് വീണ്ടും മുറുകി. ഈ നിമിഷം താരിൻ ജെയിൻവറിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് അവൾ സങ്കല്പിച്ചു. എല്ലാം അദ്ദേഹത്തോട് പറയുന്നു. അവൾ അവന്റെ മുറിയിൽ പ്രവേശിച്ചു. അവന്റെ കുറിപ്പുകളിൽ തൊട്ടു. അവനെ സംശയിച്ചു. ജെയിൻവറിന്റെ മുഖം കർശനവും നിരാശ നിറഞ്ഞതുമായത് അവൾ സങ്കല്പിച്ചു. പിന്തുടർന്നു വരുന്ന വാക്കുകൾ അവൾ സങ്കല്പിച്ചു. പോവുക, ഇനി നിനക്കിവിടെ സ്ഥാനമില്ല. ആ ചിന്ത ഒരു പ്രഹരം പോലെ അവളെ ബാധിച്ചു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ചന്ദ്രപ്രകാശം അവളുടെ ചലനങ്ങൾ പിന്തുടർന്നു. തറയിൽ നീണ്ട നിഴലുകൾ വീഴ്ത്തി. അവളുടെ ശ്വാസം വേഗത്തിലായി. അദ്ദേഹം എന്നെ പുറത്താക്കിയാൽ ഞാൻ ഇവിടെ പോകും. ചോദ്യം അവളുടെ മനസ്സിൽ കത്തി. ഒരു നിമിഷം അവൾ ഓർക്കാൻ ശ്രമിച്ചു. ജെയിൻവറിന്റെ ലോകം അവളുടേതാകുന്നതിന് മുൻപ് അവൾ എവിടെ നിന്നാണ് വന്നതെന്നോർക്കാൻ ഒരു ഓർമ്മ മിന്നി, മങ്ങി, പുക പോലെ. മറ്റൊരു വഴിയിൽ നടന്നതിന്റെ അനുഭവം. അവൾക്ക് നിലനിർത്താൻ കഴിയാത്ത മുഖമുള്ള ഒരാൾ, അവളുടെ പേര് വിളിക്കുന്ന ശബ്ദം. പക്ഷെ പെട്ടെന്നത് അപ്രത്യക്ഷമായി. അവളെ ശൂന്യതയിൽ ഉപേക്ഷിച്ചു. അവൾ അവളുടെ കൈകൾ തണുത്ത കൽച്ചുമരിനെതിരെ അമർത്തി. എനിക്ക് തിരികെ പോകാൻ കഴിയില്ല, അവൾ മന്ത്രിച്ചു. തിരികെ പോവുക എന്നതിനർത്ഥം എന്താണെന്ന് എനിക്കറിയുക പോലുമില്ല. അവശിഷ്ടങ്ങൾ അവൾക്കുത്തരം നൽകിയില്ല. നിശബ്ദത മാത്രം. അവൾ കൽപ്പീഠത്തിലേക്ക് തിരികെ വീണു. ജെയിൻവറിന്റെ സ്ഥലം വിട്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചിന്ത അവളെ ഭയം കൊണ്ട് നിറച്ചു. പക്ഷെ താരിൻ ജെയിൻവർ അവനോട് പെരുമാറിയതുപോലെ വ്യത്യസ്തനാണെങ്കിൽ അവിടെ നിൽക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയും അവളുടെ ലോകം മാറുകയായിരുന്നു. അവൾക്കത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പുറത്ത് ചന്ദ്രൻ കൂടുതൽ തെളിഞ്ഞു പ്രകാശിച്ചു. കേതിരിയുടെ അവശിഷ്ടങ്ങൾ അവളെ ചുറ്റി ശാന്തമായി കിടന്നു. മുഴുവൻ നഗരവും ശ്വാസമടക്കി പിടിക്കുന്നതുപോലെ. പണ്ഡിതന്മാരുടെ തകർന്ന തളത്തിൽ ജ്ഞാനത്തിന്റെ ചർച്ചകൾ ഒരിക്കൽ കേട്ട കല്ലിൽ രേഖയുടെ കണ്ണുനീർ വീണു. അവളൊരു തൂണിനെതിരെ അവളുടെ പുറമമർത്തിയിരുന്നു. അവളുടെ കാൽമുട്ടുകൾ നെഞ്ചിനോടടുപ്പിച്ചു.
പഴയ കല്ല് അവളുടെ വസ്ത്രത്തിലൂടെ തണുത്തു. അവൾ അവളുടെ വിരലുകൾ അവളുടെ അരികിലുള്ള കുത്തുപണികളിൽ ഓടിച്ചു. ഒരു ചുരുൾ പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയുടെയും അവളുമായി സംവാദത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു പണ്ഡിതന്റെയും നേർത്ത രൂപരേഖ അത് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പ്രതിഫലിപ്പിച്ചു. അവൾ അവളുടെ തല കല്ലിനെതിരെ പിന്നോട്ട് ചരിച്ച് മുകളിലേക്ക് നോക്കി. മേൽക്കൂരയിലെ വിള്ളലിലൂടെ അവൾ ചന്ദ്രൻ വിളറിയതും തണുത്തതുമായി തിളങ്ങുന്നത് കണ്ടു. വെളിച്ചം അവളുടെ മുഖത്ത് പതിച്ചു. ആകാശം പോലും അവളെ ഒളിക്കാൻ അനുവദിക്കുന്നില്ലെന്ന മട്ടിൽ അവളുടെ കണ്ണുനീർ വീണ്ടും നിറഞ്ഞു. അവൾ അവയെ തടഞ്ഞില്ല, അവയെ താഴേക്ക് വഴുതിപ്പോകാൻ അനുവദിച്ചു. അവളുടെ കവിളുകളിലൂടെ പാതകൾ വരച്ച് പൊടി നിറഞ്ഞ തറയിൽ വീണു. ആർക്കും അവളെ ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. നിഴലുകൾക്കും കല്ലുകൾക്കുമല്ലാതെ ആർക്കും അവൾക്ക് നാണമില്ലാതെ കരയാൻ കഴിഞ്ഞു. അവളുടെ മനസ്സ് താരിനിലേക്ക് മടങ്ങി. ആ ശാന്തമായ കണ്ണുള്ള അപരിചിതൻ അവളുടെ ലോകത്തിലേക്ക് കടന്നുവന്ന് അവന്റെ സാന്നിധ്യം കൊണ്ട് അതിനെ അശാന്തമാക്കി. അവൻ അവളുടെ ദേഷ്യവും അസൂയയും കണ്ണുനീരും കണ്ടു. അവനവളെ ജയൻവറിന് മുന്നിൽ തുറന്നു കാട്ടും. വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചു. അദ്ദേഹം എന്നെ പുറത്താക്കിയാൽ ഞാൻ പിന്നെയില്ല. അവൾ എഴുന്നേറ്റ് മുറിയുടെ നടുവിലേക്ക് സാവധാനം നടന്നു. അവിടെയുള്ള കൽമേശയുടെ അരികിൽ നിന്നു. അത് നടുവിൽ പൊട്ടിയതായിരുന്നു. പക്ഷെ ഇപ്പോഴും പൊടിയിൽ മൂടിയ ലിഖിതത്തിന്റെ നേർത്ത കുത്തുപണികളുണ്ടായിരുന്നു. അവൾക്ക് വായിക്കാൻ കഴിയാത്ത പഴയ അക്ഷരങ്ങൾ, മറന്നുപോയ ചർച്ചകളുടെ അവശിഷ്ടങ്ങൾ. അവൾ അവളുടെ കൈപ്പത്തികൾ അതിന്റെ ഉപരിതലത്തിൽ പരത്തിവച്ചു. കണ്ണുകൾ അടച്ചു. ഒരിക്കലേ മേശയിൽ ചാരി നിന്ന പണ്ഡിതന്മാരെ അവൾ സങ്കൽപ്പിച്ചു. അവരുടെ ശബ്ദങ്ങൾ ആവേശകരമായ വാദത്തിൽ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ചിരിയും പനയോലകളിൽ എഴുത്താണികൾ ഉരസുന്ന ശബ്ദവും ആകാംക്ഷയുള്ള മുഖങ്ങളെ പ്രകാശിപ്പിക്കുന്ന എണ്ണവിളക്കുകളുടെ ചൂടും അവൾ സങ്കൽപ്പിച്ചു. ഒരിക്കൽ ഈ മുറി രാജ്യങ്ങളെ രൂപപ്പെടുത്തിയ ആശയങ്ങളാൽ സജീവമായിരുന്നുവെന്ന് അവൾ സങ്കൽപ്പിച്ചു. ഇപ്പോൾ അത് അവളുടെ കുറ്റസമ്മതത്തിനുള്ള സ്ഥലമായിരിക്കുന്നു. അവൾ പതിയെ സംസാരിച്ചു. കല്ലുകളോട് തന്നെയാണെന്ന മട്ടിൽ ഞാൻ എന്റെ വർഷങ്ങൾ അദ്ദേഹത്തിന് നൽകി. ഓരോ ശ്വാസവും ഓരോ തുള്ളി വിയർപ്പും. എന്റെ കൈകൾ എരിയുന്നതുവരെ ഞാൻ ഔഷധങ്ങൾ ചതച്ചു. ഞാൻ ഇളയവരെ അരകല്ലുകൾ ഉറപ്പിച്ചു പിടിക്കാൻ പഠിപ്പിച്ചു. ഓരോ വേരും കലർത്തുന്നതിനു മുമ്പ് അതിന്റെ മണം സ്പർശിച്ചറിയാൻ പഠിപ്പിച്ചു. ഞാൻ പാഠങ്ങൾ, മന്ത്രങ്ങൾ, നാടിമിടിപ്പിന്റെ ക്രമങ്ങൾ എന്നിവ മനഃപ്പാടമാക്കി. എന്നിട്ടും അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ അരികിലിരിക്കാൻ അനുവദിച്ചില്ല. രോഗശാന്തിയുടെ ഹൃദയത്തിൽ തൊടാൻ എന്നെ അനുവദിച്ചില്ല. ഇപ്പോൾ പുതിയ ഒരാൾ വരുന്നു. അവൻ ആദ്യ ദിവസം തന്നെ അവിടെ ഇരിക്കുന്നു. അവളുടെ ശബ്ദം തകർന്നു. അവൾ മുന്നോട്ട് ചാഞ്ഞു. അവളുടെ നെറ്റി കൽമേശയിലമർത്തി. എന്തുകൊണ്ടാണ് ഞാൻ മതിയാവാത്തത്? എനിക്കെന്ത് കുറവുണ്ട്? എന്നോട് പറയൂ. പക്ഷെ തീർച്ചയായും അവൾക്കുത്തരം ലഭിച്ചില്ല. അവളുടെ വാക്കുകൾ കല്ലുകളിൽ തട്ടി തിരിച്ചു വന്നു. പിന്നെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ കരയുന്ന ഒരു വിദൂര രാത്രിപക്ഷിയുടെ ശബ്ദം മാത്രം കേട്ടു. അതിന്റെ കരച്ചിൽ പൊള്ളയായിരുന്നു, ദുഃഖഭരിതമായിരുന്നു. അവൾ ഒരുപാട് നേരം അങ്ങനെ നിന്നു. അവളുടെ ശ്വാസം നേർത്തതായിരുന്നു. അവളുടെ ഹൃദയം വേദനിച്ചു. പതിയെ അവൾ തലയുയർത്തി. ചന്ദ്രപ്രകാശം ഇപ്പോൾ മേശയിലേക്ക് നേരിട്ട് പതിച്ചു. പുരാതന കൊത്തുപണികൾ കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ അവളുടെ വിരലുകൾ കൊണ്ട് അവയിൽ വരച്ചു. ഒരു നിമിഷത്തേക്ക് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്നേക്കുമായി അപ്രത്യക്ഷമാകാൻ കഴിയുമോ എന്ന് അവൾ ചിന്തിച്ചു. ജയൻവർ അവളെ പുറത്താക്കിയാൽ ഒരുപക്ഷെ അവൾക്കിവിടെ പണ്ഡിതന്മാരുടെ പ്രേതങ്ങൾക്കിടയിൽ ജീവിക്കാൻ കഴിയും. അവൾക്ക് പഴയ കൽപ്പീഠങ്ങളിൽ ഔഷധങ്ങൾ ചതയ്ക്കാം. അവളുടെ ചിന്തകൾ ചുമരുകളോട് മന്ത്രിക്കാം. അവശിഷ്ടങ്ങളെ അവളുടെ ഗുരുവാകാൻ അനുവദിക്കാം. പക്ഷേ ആ ചിന്ത വന്നപ്പോൾ തന്നെ നിരാശ പിന്തുടർന്നു. അവൾക്ക് നിശബ്ദതയിൽ മാത്രം ജീവിക്കാൻ കഴിയില്ല. എന്നാൽ അവൾക്ക് തിരികെ പോകാൻ കുടുംബമില്ലായിരുന്നു. അവൾക്ക് സ്വന്തമായി പേരിടാൻ കഴിയുന്ന ഒരു സ്ഥലമില്ല. അവളുടെ ജീവിതം ജയൻവറിന്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ, അദ്ദേഹത്തിന്റെ മതിലുകൾക്കുള്ളിൽ, അദ്ദേഹത്തിന്റെ മരുന്നുകൾക്കിടയിലായിരുന്നു. ആ മേൽക്കൂര അവളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അവൾ വേരില്ലാത്തവളായിരുന്നു. അവളുടെ നെഞ്ച് വീണ്ടും മുറുകി. പരിഭ്രാന്തി ഒരു തിരമാല പോലെ ഉയർന്നു. അവൾ അവളുടെ കൈകൾ സ്വയം ചുറ്റി ചെറുതായി ആടി. നാളെ വിട്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചിന്ത അവളുടെ മനസ്സിൽ കത്തി. അവൾ തയ്യാറല്ലായിരുന്നു. പക്ഷെ ഏറ്റവും മോശം അവസ്ഥ വരുമ്പോൾ തകർക്കപ്പെടാതിരിക്കാൻ തയ്യാറായിരിക്കണമെന്ന് അവൾ സ്വയം പറഞ്ഞു. ഞാൻ പോകും, അവൾ മേശയിലേക്ക് നോക്കി പറഞ്ഞു. അവളുടെ ശബ്ദം വിറച്ചു. അദ്ദേഹം എന്നെ പുറത്താക്കിയാൽ ഞാൻ യാചിക്കാൻ നിൽക്കാതെ പോകും. ഞാൻ അദ്ദേഹത്തിന്റെ കാലുകളിൽ വീഴില്ല. ഞാൻ എന്നെ തന്നെ അപമാനിക്കില്ല. അവളുടെ കണ്ണുനീർ തിരികെ വന്നു. അത് ചൂടുള്ളതും കനത്തതുമായിരുന്നു. അവൾ അവളുടെ സ്വന്തം ബലഹീനതയിൽ ദേഷ്യപ്പെട്ട് അവയെ പരുഷമായി തുടച്ചു. എന്നിട്ടും അത് നിന്നില്ല. കൂടുതൽ ശക്തമായി ഒഴുകി.
സമയം ഒരുപാട് കടന്നുപോയി. ചന്ദ്രൻ കൂടുതൽ ഉയരത്തിൽ കയറി. രാത്രിയിലെ വായു കൂടുതൽ തണുത്ത് അവളുടെ നനഞ്ഞ കവിളുകളിൽ തട്ടി. അവശിഷ്ടങ്ങളിൽ എവിടെയോ ഒരു നായ കുരച്ചു. പിന്നെ നിശബ്ദത തിരികെ വന്നു. രേഖ ചുമരിനെതിരെ പിന്നോട്ട് ചാരിയിരുന്നു. അവളുടെ ശരീരം ക്ഷീണിച്ചു. അവളുടെ തേങ്ങലുകൾ സാവധാനത്തിലായിരുന്നു. പക്ഷെ അവളുടെ ഹൃദയം ഇപ്പോഴും വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾ മുറിയുടെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. മനസ്സിലാക്കാൻ കഴിയാത്തത്ര വിശാലമായ ഒരു ലോകത്തിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ. അവളുടെ ചിന്തകൾ അവസാനമില്ലാതെ വട്ടം കറങ്ങി. താരിന്റെ ശാന്തമായ മുഖം, ജെയിൻവറിന്റെ കർശനമായ കണ്ണുകൾ, അവളുടെ സ്വന്തം വിറയ്ക്കുന്ന കൈകൾ, അറിയാത്ത നാളെ. ഒടുവിൽ അവൾ എഴുന്നേറ്റു. അവളുടെ കൈ ഒരിക്കൽ കൂടി പഴയ പണ്ഡിതന്റെ മേശയിൽ അമർത്തി. നിങ്ങൾ എന്നെ കേട്ടു, അവൾ മന്ത്രിച്ചു. എന്റെ വാക്കുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. നാളെ ഞാൻ പോയാൽ അവ നിങ്ങളോടൊപ്പം അവശേഷിക്കട്ടെ. എന്നിട്ടവൾ കെട്ടിടത്തിന് പുറത്തേക്ക് രാത്രിയിലേക്ക് ചുവടുവെച്ചു. അവൾ സാവധാനം നടന്നു. ഓരോ ചുവടിലും ഭയമുണ്ടായിരുന്നു, പക്ഷെ ഒരു വിചിത്രമായ ശാന്തതയും ഉണ്ടായിരുന്നു. അവൾ മതിയായി കരഞ്ഞിരുന്നു. അവൾ മതിയായി കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇപ്പോൾ രാവിലെ എന്തു വന്നാലും അതിനെ നേരിടുക എന്നത് മാത്രമാണ് അവശേഷിച്ചത്. ജെയിൻവറിന്റെ ആശ്രമ മതിലിലെ വിടവിലൂടെ അവൾ തിരികെ കയറിയപ്പോഴേക്കും ശിഷ്യന്മാരുടെ കിടപ്പുമുറിയിലെ വിളക്കുകൾ മങ്ങിയിരുന്നു. രാത്രി ആഴത്തിലായിരുന്നു. അവൾ മുറ്റത്തുകൂടി നിശബ്ദമായി ചലിച്ചു. അവളുടെ നിഴൽ ചന്ദ്രന് കീഴിൽ നീണ്ടതായിരുന്നു. ആരും അവളുടെ മടക്കം കണ്ടില്ല. അവൾ മറ്റു സ്ത്രീകളുടെ ഇടയിൽ അവളുടെ പായയിൽ കിടന്നു. അവളുടെ ശരീരം വിറച്ചു. അവളുടെ കണ്ണുകൾ തുറന്നു പിടിച്ചിരുന്നു. ഉറക്കം വന്നില്ല. അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം ജെയിൻവറിന്റെ മുഖം അവളോട് പോകാൻ പറയുന്നു. താരിന്റെ ശബ്ദം അവളെ ഒരു അപരിചിതയെന്ന് വിളിക്കുന്നത് അവൾ കേട്ടു. അവൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അവൾ കണ്ടു. വേരില്ലാത്തവൾ, പേരില്ലാത്തവൾ. അവൾ ഒരു വശത്തേക്ക് തിരിഞ്ഞു. അവളുടെ കൈ നെഞ്ചിലമർത്തി. ആരും കേൾക്കില്ലെങ്കിലും അവളുടെ ചുണ്ടുകൾ ഇരുട്ടിലേക്ക് മന്ത്രിച്ചു. നാളെ എല്ലാം അവസാനിക്കും. ആ ചിന്തയോടെ അവൾ ആകാശത്തിന്റെ അരികിൽ പ്രഭാതത്തിന്റെ ആദ്യ നേരിയ സൂചന സ്പർശിക്കുന്നതുവരെ നിശബ്ദതയിൽ കിടന്നു.